തീപിടുത്തത്തെ തുടർന്ന് എറണാകുളം അമ്പലമുകളിൽ കൊച്ചിൻ റിഫൈനറി പരിസരത്ത് വലിയ രീതിയിൽ പുക വ്യാപിക്കുകയാണ്. കേബിളുകൾ കത്തിയതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് സൂചന. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. പ്രദേശത്ത് ആളുകൾ വലിയ തോതിൽ പ്രതിഷേധിക്കുന്നുണ്ട്, ഉപരോധിക്കുന്നുണ്ട് റോഡ് ഉൾപ്പെടെ. റിയ ബേബി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അമ്പലമുകൾ കൊച്ചി റിഫൈനറിയുടെ മുമ്പിലാണ് അയ്യങ്കുഴി മേഖലയിലെ 45 കുടുംബങ്ങളിലെ ആളുകൾ പ്രതിഷേധവുമായി എത്തിയത്. വൈകുന്നേരം 5 മണിയോടെ വലിയ ശബ്ദത്തിൽ ഒരു സ്ഫോടന ശബ്ദം കേട്ടു. പിന്നാലെ ഈ പ്രദേശമാകെ പുക കൊണ്ട് നിറയുകയും ആളുകൾക്ക് ശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമാവുകയും ചെയ്തുവെന്നാണ് ആളുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ വീടുകളിൽ നിന്ന് കുട്ടികളുമായി പ്രായമുള്ളവരുമായി ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യമുണ്ടായി. പലരും കോലഞ്ചേരിയിലെയും തൃപ്പൂണിത്തുറയിലെയും അടക്കം ആശുപത്രികളിൽ ചികിത്സ തേടി. അതിന് പിന്നാലെയാണ് ആളുകൾ ഈ കൊച്ചി റിഫൈനറിയുടെ മുന്നിൽ വന്നിരുന്ന് പ്രതിഷേധിക്കുകയും റോഡ് ഉപരോധിക്കുകയും ചെയ്തത്. ഡെപ്യൂട്ടി കളക്ടർ, അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ, സ്ഥലം MP ബെന്നി ബെഹനാൻ എന്നിവർ സ്ഥലത്തെത്തുകയായിരുന്നു. ഡെപ്യൂട്ടി കളക്ടർ അകത്തു കയറി കൊച്ചി റിഫൈനറി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. അദ്ദേഹം പുറത്തു വന്ന് താൽക്കാലികമായി ആളുകളെ മാറ്റി പാർപ്പിക്കാമെന്നും നാളെ കളക്ടറുമായി ചർച്ച നടത്താമെന്നും അറിയിച്ചു. പക്ഷേ ആളുകളുടെ ആശങ്ക, അവരുടെ വീടുകളിൽ മറ്റും വളർത്തു മൃഗങ്ങളുണ്ട്, ഇവിടെ നിന്ന് താൽക്കാലികമായി മാറിയാൽ അക്കാര്യങ്ങൾ ആശങ്കയായുണ്ട്. അതോടൊപ്പം തന്നെ വീടുകളുടെ സുരക്ഷിതത്വം സംബന്ധിച്ച ആശങ്കയുണ്ട്. അക്കാര്യം അവർ ഡെപ്യൂട്ടി കളക്ടറെ അറിയിക്കുകയും ചെയ്തു. പിന്നാലെ ബെന്നി ബെഹനാൻ MP സ്ഥലത്തെത്തുകയും ചർച്ച നടത്തുകയും ചെയ്തു. ബെന്നി ബെഹനാൻ MP ഉറപ്പ് നൽകിയത് നാളെ ചർച്ച നടത്തും. ചികിത്സയുടെ ചിലവ് കമ്പനി വഹിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നാളെ പ്രതിനിധികൾക്ക് കളക്ടറേറ്റിൽ എത്താനുള്ള സൗകര്യം ഒരുക്കും. അതോടൊപ്പം തന്നെ ഇവരെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി തുടർ ചർച്ചകൾ ഉറപ്പാക്കുമെന്ന് ബെന്നി ബെഹനാൻ MP ഇവർക്ക് ഉറപ്പ് നൽകുകയായിരുന്നു. അതേ തുടർന്ന് താൽക്കാലികമായി ഇവിടെ നിന്ന് മാറാം എന്ന് ആളുകൾ അറിയിച്ചിട്ടുണ്ട്. തന്നിരിക്കുന്ന നിർദ്ദേശം, ഒന്ന്, ഇന്നിപ്പോൾ ഇവിടെ നിന്നും ആശുപത്രിയിൽ പോയിരിക്കുന്ന ആളുകളുണ്ട്. ആശുപത്രിയിൽ പോയിരിക്കുന്ന ആളുകളുടെ ചിലവ് സഹിതം കമ്പനി നടത്തണം. 2, ഇപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് ഇനി അവരുടെ വീടുകളിലേക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അവരെ കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണം. പക്ഷെ അവർ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത്, ഈ റിഫൈനറിയുടെ തൊട്ടടുത്ത് തീ ഇപ്പോഴും കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ ആശങ്കയുണ്ട്. ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അത് അണയ്ക്കാത്തത് വലിയ ആശങ്കയായിട്ടുണ്ട് എന്ന കാര്യം ജനങ്ങൾ ആവർത്തിക്കുന്നു. അതുകൊണ്ട് സ്ഥലം MP അടക്കമുള്ളവർ ഈ തീ പടർന്നു പിടിക്കുന്ന സ്ഥലം സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ട്. 6 മണി മുതൽ പുക ഇങ്ങനെ വന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടായില്ല. ഇരുട്ടത്തോടെ ഞങ്ങൾ വണ്ടി ഓടിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. മൊത്തം പുകയായിരുന്നു. നമുക്ക് ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു. ഭയങ്കരമായിട്ട് തലവേദന എടുക്കണോ. 5 മണി മുതൽ ഞങ്ങൾ ശ്വസിക്കണല്ലേ. എന്താണ് ഭയങ്കര തലവേദനയുണ്ട്. എല്ലാവർക്കും ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഇതിനൊക്കെ പുകച്ചല് പോലെ ഉണ്ട്. കണ്ണൊക്കെ ഭയങ്കരമായിട്ട് പുകയുന്നുണ്ട്, ശ്വാസം വിട്ടു വരുന്നുണ്ട്. കുറെ ആളുകളെല്ലാം ഇവിടുന്ന് മാറ്റി താമസിപ്പിച്ചു. എന്തായാലും ആളുകൾ വലിയ പരിഭ്രാന്തിയിലാണ്. ശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ. മാസ്കുകൾ വെച്ച ആളുകൾ വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ഒരവസ്ഥ. അധികൃതരുടെ ഭാഗത്തുനിന്നൊരു വിശദീകരണം വന്നില്ല. ആംബുലൻസ് നൽകിയില്ല. കാര്യം പോലും വിശദീകരിച്ചില്ല. തീ അണയ്ക്കാൻ അവർ ശ്രമിച്ചില്ല. ഇതൊക്കെയാണ് ആളുകൾ വളരെ ആശങ്കയോടെ മുന്നോട്ട് വെക്കുന്ന കാര്യം. എന്തായാലും താൽക്കാലികമായി ചോറ്റാനിക്കലിൽ അവർക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നാളെ ചർച്ച നടത്താനുള്ള ക്രമീകരണം ഏർപ്പെടുത്തുമെന്നാണ് MP-യും ഡെപ്യൂട്ടി കളക്ടർ K. മനോജും പ്രദേശവാസികളെ അറിയിച്ചിരിക്കുന്നത്. നാളെ സംസാരിക്കാം. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.